ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയങ്കരനായ ഡെപ്യൂട്ടി മേയർ ദീപക് ജോയ്, നമ്മുടെ പരിപാടിയിൽ വിശിഷ്ടാതിഥിയായി എത്തിയിട്ടുള്ള ശ്രീ സുബിൻ പോൾ, വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ഇവിടെ എത്തിയിട്ടുള്ള കൗൺസിലർ സുധാ ദിലീപ് കുമാർ, സലാഹുദ്ദീൻ മദനി, ഇന്ന് ഈ സ്കൂളിൽ നമ്മൾ ആദരിക്കുന്ന, ഈ വർഷം റിട്ടയർ ചെയ്യുന്ന ബഹുമാന്യരായ രണ്ട് അധ്യാപികമാരുണ്ട്. ഷാഹിന ടീച്ചറും അതുപോലെ ശ്രീമതി സിജിമോൾ ജേക്കബ്, PTA പ്രസിഡൻറ്റ് താഹിർ സേട്ട്, വേദിയിലുള്ള വിശിഷ്ടമായ മറ്റ് വ്യക്തികളെ, പ്രിയമുള്ള സുഹൃത്തുക്കളെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ, പൂർവാധ്യാപകരെ, ഇവിടെ നമ്മുടെ സമയം വളരെ പരിമിതമായതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിച്ചെന്തെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമായി എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുന്ന രണ്ട് അധ്യാപകരെ സംബന്ധിച്ചാണ്. നമ്മുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ തന്നെ വളരെ മികച്ച ഒരു അധ്യാപന രീതി നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന രണ്ട് വിശിഷ്ട വ്യക്തികളാണ് ഈ വർഷം നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പിരിയുന്നത്. അതിൽ ഷാഹിന ടീച്ചറെ സംബന്ധിച്ച് പറയുമ്പോൾ, വർഷങ്ങളായി അവരുടെ കുടുംബവുമായി വളരെ അടുത്ത ഒരു പരിചയം എനിക്കുണ്ട്. ഏതാണ്ട് 1992 കാലഘട്ടത്തിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി നമ്മുടെ ദാറുൽ സ്കൂളിൽ അനുവദിച്ചപ്പോൾ ആദ്യമായി തന്നെ സ്കൂളിൽ വന്നു ചേർന്ന വ്യക്തിത്വമായിരുന്നവർ. അന്ന് ജോളജിക്കും ബോട്ടണിക്കും രണ്ട് അധ്യാപകരെ എടുക്കാൻ അനുവാദം കിട്ടിയിരുന്നു. ഇങ്ങനെ നഫീസ ടീച്ചറും ഷാഹിന ടീച്ചറും രണ്ട് പോസ്റ്റുകളിലായി നിയമിതരായി. അന്ന് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കേരളത്തിൽ കാര്യമായി വന്ന സന്ദർഭമല്ല. നമ്മുടെ പ്രിയങ്കരനായിരുന്ന PT മുഹമ്മദ് ബഷീർ സാഹിബ് എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിരുന്നപ്പോഴാണ് ആ കോഴ്സ് അനുവദിച്ചത്. പക്ഷേ വളരെയധികം പേർക്ക്, വളരെയധികം വളരുന്ന തലമുറക്ക്, വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്ത ഒരു നല്ല കോഴ്സായിരുന്നു. കുട്ടികൾക്ക് 12ാം ക്ലാസ് പാസ്സാവുന്നതോടൊപ്പം ഒരു പ്രത്യേകമായ വിഷയം പഠിക്കാനുള്ള അവസരമുണ്ടായിരുന്നു. അത് തുടങ്ങുമ്പോൾ 2 സബ്ജക്റ്റാണ് നമ്മൾ തിരഞ്ഞെടുത്തത്, MLT-യും BME-യും. രണ്ടും മെഡിക്കലുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നും ദാറുൽ സ്കൂളിലെ ധാരാളം കുട്ടികൾ വിവിധ ലാബുകളിൽ ജോലിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് പല സ്ഥാപനങ്ങളിലും അവരുണ്ട്. കേരളത്തിലുണ്ട്, വിദേശത്തുണ്ട്, പലരെയും പല സ്ഥലത്ത് വെച്ച് കാണാറുണ്ട്. 2000 ആണ്ടിൽ വീണ്ടും ഒരു കോഴ്സ് നമുക്ക് അനുവദിച്ചപ്പോൾ ട്രാവൽ ആൻഡ് ടൂറിസം എടുക്കാമെന്ന് തീരുമാനിച്ചു. കാരണം സഞ്ചാരം കേരളത്തിൻ്റെ ഒരു പ്രധാന, ടൂറിസം വികസനം കേരളത്തിൻ്റെ പ്രധാന വിഷയമായി മാറിയപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയത്, ആ ഒരു കോഴ്സ് എടുത്താൽ കുറേ പേർക്ക് പ്രയോജനം കിട്ടും. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ടൂറിസം വിഭാഗവും വളരെ ഭംഗിയായി പ്രവർത്തിച്ചു. വളരെയധികം ദേശീയമായും അന്തർദേശീയമായുമുള്ള അവാർഡുകൾ കരസ്ഥമാക്കി. അതിൻ്റെ മുൻപന്തിയിൽ നിന്ന ഒരു ടീച്ചറാണ് നമ്മുടെ സിജിമോൾ ജേക്കബ്. കാരണം ഏറ്റവും നല്ല അധ്യാപിക, നമ്മുടെ ദേശീയ തലത്തിലുള്ള അധ്യാപിക, NCERT അധ്യാപിക,
അതുപോലെ കേരളത്തിൽ തന്നെ PM ഫൗണ്ടേഷൻ എന്നൊരു സ്ഥാപനം ഗൾഫാർ മുഹമ്മദ് അലി സാഹിബ് നടത്തുന്ന ആ സ്ഥാപനത്തിൽ കേരളത്തിൽ നിന്നും വിദേശത്ത് നിന്നുമുള്ള അധ്യാപകരെ സ്ക്രൂട്ടനൈസ് ചെയ്തുകൊണ്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അന്ന് ഏറ്റവും ദേശീയ തലത്തിൽ അല്ല വിദേശത്തുള്ളവരെ അധ്യാപകർ പങ്കെടുത്തെടുത്ത് അതിൽ ഒന്നാമതായി അവാർഡ് നേടുകയും 25,000 രൂപയും അവാർഡ് നേടിയ ഒരു നല്ല അധ്യാപകമായിട്ട് അവരിവിടെ നമ്മുടെ സ്ഥാപനത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇന്നൊരു മാനസികമായ വിഷമം നമുക്കുണ്ടാകുന്ന ദിവസമാണ്. കാരണം നമ്മൾ സാധാരണ പാട്ട് കേൾക്കുമ്പോൾ ഒരു കാര്യം പറയും, ഓൾഡ് സോങ്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വളരെ അത്യാർത്ഥമാണ് കേൾക്കാൻ. ഗോൾഡൻ സോങ്സ് എന്നൊക്കെ പറയുമ്പോൾ, കാരണം നമ്മളെപ്പോഴും ഈ പഴയ ഒരു സംഗീതത്തോടും പഴയ കലകളോടുമൊക്കെ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു വലിയൊരു സന്തോഷം തോന്നാറുണ്ട്. അതുപോലെ ഈ 2 ടീച്ചർമാരും ഇവിടുന്ന് പോകുന്നത് ഈ സ്ഥാപനത്തിന് വളരെ ദുഃഖകരമായൊരു ദിവസമാണ്. എന്നിരുന്നാലും റിട്ടയർമെൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അവരുടെ ഭാവി ജീവിതം ഏറ്റവും നല്ല രീതിയിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരെ ആദരിക്കുന്ന ചടങ്ങുകൊണ്ടുകൂട. മറ്റൊന്നുള്ളത് നമ്മുടെ കൗൺസിലറാണ്. തുടർച്ചയായി 4-ാം പ്രാവശ്യവും നമ്മുടെ സ്കൂളിരിക്കുന്ന ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നല്ല തുടർച്ചയായ വിജയം നേടാനും നല്ല പ്രവർത്തനങ്ങൾ നടത്താനും ശ്രീമതി സുധാ ദിലീപിന് ഒരവസരം കിട്ടുന്നു. കഴിഞ്ഞ 3 ടേമിലും അവർ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവരെയും ഇന്ന് നമ്മൾ ആദരിക്കുന്നുണ്ട്. അടുത്ത ടേമും ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഈ പ്രത്യേകിച്ച് എറണാകുളം കോർപ്പറേഷൻ്റെ ഏറ്റവും ഹൃദയഭാഗമാണ് നമ്മുടെ പുല്ലപ്പടി ഏരിയ. അവിടെ തിരക്കുകൊണ്ട് അനങ്ങാൻ പറ്റുന്നില്ല. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകണമെങ്കിൽ 1 മണിക്കൂർ മുമ്പ് തയ്യാറായി പോകേണ്ട അവസ്ഥയാണ്. പള്ളിയിൽ പോകാൻ തന്നെ വല്ലാത്ത അവസ്ഥയാണ്. കാരണം റോഡിൻ്റെ ഞെരുക്കം വല്ലതുണ്ട്. അപ്പോൾ അതിനൊക്കെ പരിഹാരം കണ്ടെത്താനും നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ ഞാൻ ഈ അവസരത്തിൽ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ ആശംസിക്കുന്നു. മറ്റൊന്ന് നമ്മുടെ വളരെ അടുത്ത സ്നേഹിതനായ പറക്കാട്ട് കുടുംബം, അവരുടെ എല്ലാ അംഗങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഹസീം പാറക്കാടൻ, മജീദ് പാറക്കാടൻ, അർഷദ് പാറക്കാടൻ, അങ്ങനെ തുടങ്ങി എല്ലാ പാറക്കാടന്മാരും നമ്മളുടെ വളരെ അടുത്ത ആൾക്കാർ. അവരുടെ ആ കുടുംബത്തിൽ നിന്ന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു കുട്ടി വലിയൊരു സ്ഥാനം കരസ്ഥമാക്കിയാണ്. നമുക്കറിയാം യോഗയെ സംബന്ധിച്ച് ബഹുമാന്യനായ പ്രധാനമന്ത്രി പോലും ഒരു ദിവസം യോഗ ദിവസമായി ഇവിടെ ആഘോഷിക്കുന്നുണ്ട്. ഇന്ത്യയിലുടനീളം നമ്മൾ ആ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയധികം ആ നിലയിലെല്ലാം വളരെ മഹത്തായ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ആ നിലയിലൊരു കൊച്ചുകുട്ടി, നമ്മുടെ ഒരു സഹോദരി, നമ്മളുടെ എല്ലാം ഒരു കൊച്ചു അനിയത്തി അതിലേക്ക് തയ്യാറായി യോഗ പരിപാടിയിലേക്ക് മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷം. അവർക്ക് എല്ലാവിധ നന്മകളും ആശംസകളും അർപ്പിക്കുന്നു. ബഹുമാന്യനായ സുബിൻ പോൾ സാറുണ്ട്, അദ്ദേഹത്തെയും പ്രത്യേകം അനുമോദിക്കുന്നു. അദ്ദേഹം വന്ന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ബഹുമാന്യയായ കൊച്ചിയുടെ മേയർ നമുക്കറിയാം, അഡ്വക്കേറ്റ് മിനിമോൾ VK, വളരെ അടുത്ത ദിവസമാണ് അവർ നമ്മുടെ കൊച്ചിയുടെ പ്രഥമ വനിതയായിട്ട് ചാർജ് എടുത്തത്. തീർച്ചയായും അവർ ഈ പരിപാടിയിലേക്ക് വളരെ തിരക്കുള്ള ദിവസമായിട്ട് കൂടി എത്തിച്ചേർന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് വളരെയധികം അവരോട് കടപ്പാടുണ്ട്. തീർച്ചയായും കൊച്ചിയുടെ മേയർ എന്ന രീതിയിൽ ഏറ്റവും മഹത്തായ പരിപാടികൾ നടപ്പിലാക്കാനും നമ്മുടെ ഈ കൊച്ചി നഗരത്തെ കേരളത്തിലെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും നല്ലൊരു
നഗരിയാക്കി മാറ്റുവാൻ ശ്രീമതി മിനിമോൾക്ക് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്നും അതിനുള്ള പ്രവർത്തനശേഷി ഉണ്ടാകട്ടെ എന്നും ആശംസിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊള്ളുന്നു. ദാറുൽ ഉലൂം സ്ഥാപനത്തിൻ്റെ വക അവരെ ഞാൻ ആർദ്രമായി അനുമോദിക്കുന്നു. അതോടൊപ്പം നമ്മുടെ സുബിൻ പോൾ സാറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നമ്മുടെ DD ആണ്. അദ്ദേഹവും നമ്മുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ മറ്റ് സുഹൃത്തുക്കൾക്കുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഇന്ന് നമ്മുടെ സ്കൂളിൻ്റെ 62ാമത് വാർഷികമാണ്. എൻ്റെ മാതാപിതാക്കൾ ഹാജി ഈസാ സേട്ടും അതുപോലെ തന്നെ നമ്മുടെ ഖദീജാബായിയും പൂർവികരായ അതുപോലെ നാസർ സാറിൻ്റെ ഉമ്മ സുബൈദാബായിയും അങ്ങനെ തുടങ്ങിയ ധാരാളം പേര് ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ജനാബ് സലാഹുദ്ദീൻ മദനിയുണ്ട്. നമ്മുടെ ഈ പരിപാടിയുടെ ജനറൽ കൺവീനറായ സാദത്ത് സാറുണ്ട്. അതുപോലെ എല്ലാ അധ്യാപകരുമുണ്ട്. അവരോടെല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. ഈ സ്ഥാപനത്തിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം, പ്രാർത്ഥന ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം ഇവിടെ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്.